ഇത് കേര മീനാണ്. നമുക്കിത് അച്ചാറാക്കാം. ഓക്കെ, മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് തിരുമ്മി എടുക്കാം കേട്ടോ. മീൻ നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് തിരുമ്മി വെക്കണം കേട്ടോ. 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നമ്മുടെ മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് കോരാൻ കുറച്ചുകൂടി നന്നായിട്ട് മൊരിയണം കേട്ടോ. കുറച്ചുകൂടി നന്നായിട്ട് മൊരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നന്നായിട്ട് മൊരിയണം കേട്ടോ. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. കറിവേപ്പില നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ മൊരിഞ്ഞ് കിട്ടുന്ന പോലെ കോരണം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ചുകൂടി കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരണം. അതൊക്കെ മൂത്ത് വരുന്ന നേരത്ത് നമുക്ക് ഈ കറിവേപ്പില നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ലേ, അത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിക്കണം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ പൊടി, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ തീയിൽ വേണം അത് യോജിപ്പിക്കാൻ. നല്ല മുളക് പുകഞ്ഞു പോകാതെ നോക്കണം. നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം മീനിടാം. ഓക്കെ, എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. മീനിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും തിളപ്പിക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴാണ് ഈ മീനിലെല്ലാം ഉപ്പും വിനാഗിരി എല്ലാം പിടിച്ച് നല്ല രുചിയുള്ള അച്ചാറാണ്.